ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ലീഗൽ മെട്രോളജി എക്സാമിലെ ഫിസിക്സിൽ വരുന്ന മെക്കാനിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതായത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ, അതുപോലെ അവിടുത്തെ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, സ്പീഡ്, ഇതിൻ്റെ ചെറിയ ചെറിയ ഫോർമുലാസൊക്കെ ഒന്ന് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു പോകണം. ആ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് മാക്സിമം 4 മാർക്കാണ് നമുക്ക് സിലബസ് പ്രകാരം തന്നിട്ടുള്ളത്. അത്രയും മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. അതായത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ ഡയമെൻഷൻ, മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എങ്ങനെയാണ്, അവിടുത്തെ ഡിസ്റ്റൻസ്, അതുപോലെ സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, അങ്ങനെയുള്ള കുറച്ച് ടേംസുകൾ നന്നായി നോട്ട് ചെയ്ത് പോവുക. പിന്നെ വരുന്നത് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ അല്ലേ, ന്യൂട്ടൺസ് ലോസ് ഓഫ് ഗ്രാവിറ്റേഷണൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെ മാസ്, ഇനേർഷ്യ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസുകളാണ് കൂടുതലായിട്ട് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ അതെല്ലാം നന്നായി നമ്മൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോവേണ്ടതാണ്. പിന്നെ വരുന്നത് മോഷനിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് നമുക്കറിയാം. അതിൽ റൊട്ടേഷണൽ മോഷനും അവിടെ വരുന്ന പീരീഡ്, ഫ്രീക്വൻസി, ആംഗുലർ വെലോസിറ്റി, അതുപോലെയുള്ള ടോർക്ക്, ആംഗുലർ മൊമെൻറ്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, അങ്ങനെയുള്ള ടേംസുകളൊക്കെ ഒന്ന് നന്നായി നോട്ട് ചെയ്യുക. കൂടുതലും എന്താണ്, ചെറിയ ചെറിയ പ്രോബ്ലംസും വരാറുണ്ട്. അതുപോലെ തിയററ്റിക്കലായിട്ടുള്ള ഇക്വേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നന്നായി നോട്ട് ചെയ്ത് പോവേണ്ടതാണ്. പിന്നെ നമ്മൾക്ക് വരുന്നത് നമ്മളുടെ മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ഹാർമോണിക് മോഷൻ, SHM എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ സ്പ്രിംഗ് ആൻഡ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ്, ഇത്രയും ടോപ്പിക്സാണ് ആ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്ത് പോയിട്ടുള്ളത്. അതുപോലെ 4 മാർക്കാണ് അവിടെ സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിന് അത്രയും പ്രാധാന്യം കൊടുത്ത് തന്നെ ഓരോന്നും പഠിച്ചു പോകണം. അപ്പോൾ വളരെ എളുപ്പമുള്ളതാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള, അതായത് ചെറിയ ക്ലാസ്സുകളിൽ തൊട്ടേ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. അതായത് ന്യൂട്ടൺസ് ലോയും, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ഗ്രാവിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, വർക്ക്, പവർ, എനർജി, ഫോഴ്സ് ഒക്കെ നമുക്ക് അറിയുന്ന ടേംസുകളും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എന്താണ്, ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്നുണ്ട്. അത് നന്നായി നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അതായത് കുറച്ച് മാത്തമെറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ താഴെ തന്നിട്ടുള്ളത് നോക്കിയേ, താഴെ കുറേ കാര്യങ്ങൾ തന്നെ. അതായത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഗ്രാവിറ്റി, സ്പെരിക്കൽ ഷേപ്പ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ് ഇൻ സ്പേസ്, ദ സർക്കുലർ ഓർബിറ്റ് ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടില്ലേ. അപ്പോൾ ഏത് ലോ ആണ് കോൺസിക്വൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ആംഗുലർ മൊമെൻറ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് ലോ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏതാണ് നമ്മളുടെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റ് സ്റ്റേറ്റ് ദാറ്റ് വെൻ നോ എക്സ്റ്റേണൽ ടോർക്ക്, അല്ലേ, നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ഓൺ ആൻ ഒബ്ജക്റ്റ്, നോ ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റ് വിൽ ബി ഒക്കർ എന്നാണ് ആ ഒരു ലോ എന്ന് പറയുന്നത്. അതായത് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്, എന്താ അവിടെ പറയുന്നത്, നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ഓൺ ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു എക്സ്റ്റേണൽ ടോക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ കൂടി അവിടെ എന്താണ്, നോ ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻറ്റം വിൽ ബി ഒക്കർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ആയിട്ടാണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ ചോദിക്കാം ചിലപ്പോൾ കേട്ടോ. കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ, ഇതിന് നമ്മൾ ചെറിയ പഠിക്കുമ്പോൾ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട. കാരണം എന്താണ് കാര്യങ്ങൾ എന്ന് മതി. കാരണം നമുക്ക് ഡെറിവേഷൻസും കാര്യങ്ങളൊന്നും എപ്പോഴും ചോദിച്ച് കാണാറില്ല. അപ്പോൾ ഈ കെപ്ലറിൻ്റെ ലോ എങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സോളാർ സിസ്റ്റമാണ് അവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. എപ്പോഴും എന്താണ്, സോളാർ സിസ്റ്റമാണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ സോളാർ സിസ്റ്റത്തിനകത്ത് അപ്പോൾ എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സോളാർ സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ് കേട്ടോ. ഞാനിപ്പോൾ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ എന്താണ്, സോളാർ സിസ്റ്റത്തിൻ്റെ നടുവിൽ ആരുണ്ടാവും, നമ്മളുടെ സൺ ഉണ്ടാവും അല്ലേ. സോളാർ സിസ്റ്റത്തിൻ്റെ നടുക്ക് നമ്മളുടെ സണ്ണാണ് ഉള്ളത്. അപ്പോൾ സണ്ണിനെ ഞാൻ വരച്ചു. സണ്ണിന് ചുറ്റും ആരുണ്ട്, നമ്മുടെ സണ്ണാണ് വിചാരിക്കുക, ഓർബിറ്റുകൾ ഇങ്ങനെ ഉണ്ടാവും. അതിലാണ് നമ്മളുടെ പ്ലാനറ്റ്സ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എൻ്റെ ഒരു പ്ലാനറ്റ് കൺസിഡർ ചെയ്യാണ്, ഒരു എർത്ത്. ഇത് ഞാൻ എർത്ത്
കൊടുക്കുകയാണ്. ഇപ്പോൾ മെർക്കുറി, വീനസ്, എർത്ത്, മാസ് എല്ലാ പ്ലാനറ്റുകളും എന്തുണ്ടാവും, ഈ സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതാണല്ലോ നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സണ്ണിൽ നിന്ന് എങ്ങോട്ട് ഓർബിറ്റിനെ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനാണ് ഞാൻ വരയ്ക്കുന്നത് വിചാരിക്കുക. അതായത് സണ്ണിൽ നിന്ന് എന്താണ് ഒരു ഓർബിറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ എങ്ങനെയാണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കെപ്ലറിന്റെ സെക്കൻഡ് ലോ പ്രകാരം അതെന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ ലൈൻ ദാറ്റ് എന്താ പറയുന്നത് ചെയ്യുന്ന ഈ ഒരു ലൈൻ, ഈ സണ്ണിൽ നിന്ന് ഈ ഓർബിറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ഒരു ലൈൻ എങ്ങനെയാണ് കവർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ കവർ ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം എന്നാണ് കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ഷെയ്ഡഡ് പോർഷൻ എടുക്കുകയാണ്. ഇത്രയും ഏരിയ ഞാൻ കവർ ചെയ്യുന്നു. ഇത്രയും ഏരിയ ഞാൻ, അതായത് ഒരു ഫസ്റ്റ് ഒരു 20 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു പർട്ടിക്കുലർ ഇത്രയും ഏരിയ ആണെന്ന് വിചാരിക്കാം. ഈ ഇത്രയും ഏരിയ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഷെയ്ഡഡ് ചെയ്ത ഏരിയ ഞാൻ കവർ ചെയ്താൽ അടുത്ത 30 സെക്കൻഡ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അടുത്ത 30 സെക്കൻഡ് കവർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഏരിയ എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് എന്ത് നമ്മളുടെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത്. നോട്ട് ചെയ്യുക കേട്ടോ. ഇതിന് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു, അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. The mass of an object is measured to be 4.3237 gram and its volume is known to be 2.51 centimeter cube. Considering the rule for number of significant figures in the result of calculation, the density of object is correctly expressed as. ഡെൻസിറ്റി കാണാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്, ഡെൻസിറ്റി ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെൻസിറ്റി നമ്മൾ എങ്ങനെ എഴുതാ, ഡെൻസിറ്റി റോ, ഡെൻസിറ്റിനെ ഞാൻ റോയിൽ സ്പെസിഫൈ ചെയ്യുന്നു. ഡെൻസിറ്റി കാണാനുള്ള ഫോർമുല എന്താണ്, മാസ് ബൈ വോളിയം അല്ലേ. ഡെൻസിറ്റി കാണാനുള്ള ഫോർമുല മാസ് ബൈ വോളിയം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കിയ എക്സ്പ്രഷനിൽ മാസ് ഉണ്ട്, ഡയറക്റ്റ് ആണ് കേട്ടോ. ഡെൻസിറ്റി കാണാനുള്ള ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് മാസ്, ക്വസ്റ്റ്യനിൽ മാസ് തന്നിട്ടുണ്ട്. മാസ് എത്രയാ, 4. എന്ത് വരുന്നുണ്ട്, മാസ് ഈക്വൽ ടു 4.237 gram എന്ന് ഞാൻ കൊടുത്തു. കറക്റ്റാ. അടുത്തത് എന്താ വരുന്നത്, വോളിയം. വോളിയം തന്നിട്ടുള്ളത് നോക്കിയേ, വോളിയം ഈസ് നോൺ ടു ബി എത്രയാണ് വോളിയം തന്നിട്ടുള്ളത്, 2. വോളിയം ഈക്വൽ ടു എന്താ വരുന്നത്, 2.51 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താണ്, ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, എളുപ്പമല്ലേ. അപ്പോൾ കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ എങ്ങനെ കാണാം, ഡെൻസിറ്റി റോ ഈക്വൽ ടു മാസ് എന്ന് പറയുന്നത് 4.237 ഹോൾ ഡിവൈഡഡ് ബൈ 2.51 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുക, ചെയ്ത് നോക്കിയേ, എന്തായിരിക്കും കിട്ടുക, 1.68804 എന്ന് കിട്ടും, ഗ്രാം സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കേസിൽ എന്താണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് നോക്കിയേ, നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി നമ്മൾ റീഡ് ചെയ്യണം അല്ലേ. ജസ്റ്റ് എന്താണ്, ഡെൻസിറ്റി കണ്ടുപിടിച്ചാൽ പോരാ, കൺസിഡറിങ് ദ റൂൾ ഫോർ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇൻ ദ റിസൾട്ട് ഓഫ് കാൽക്കുലേഷനിൽ ആര് വേണം, ജസ്റ്റ് 1.68804 മതിയോ, പോരാ, എന്ന് വേണം, നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാലോ, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എങ്ങനെയാണ്, മാസിന് 4.237. അപ്പോൾ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് മാസിൻ്റെ കേസിൽ, 4.637ൻ്റെ അകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, ഇതിനകത്തുള്ള ഞാൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന് SF എന്ന് കൊടുക്കുകയാണ് കേട്ടോ. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് അല്ലേ. വോളിയത്തിൻ്റെ കേസിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, 1 2 3 അല്ലേ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാ, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്, ഇതിൻ്റെ കേസ് എടുക്കുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ലേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ലീസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്, 3 അല്ലേ. കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എന്താ വരിക, 1.69 ഗ്രാം സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന്
നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. ആൻസർ നമുക്ക് ഇവിടെ ഉണ്ട്, ഓപ്ഷൻ എ ഉണ്ട്, അതായത് 1.69 ഉണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യില്ലേ, അതായത് 1.688 ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യരുത്. 1.69 ആണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എടുത്തിട്ടുള്ള 3 ആണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്തില്ല, അതിൻ്റെ യൂണിറ്റ് ഇല്ലാത്ത കാരണം ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്ക് എന്താണ് ഇവിടെ ഗ്രാം സെൻറ്റിമീറ്റർ (3) ഉണ്ടെങ്കിൽ ഇതന്നെയാണ് നമ്മളുടെ ആൻസർ. അതിലൊരു യൂണിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ആയിപ്പോയി. വളരെ എളുപ്പമുള്ളതാണ് അല്ലേ. അപ്പോൾ ഓർത്ത് വയ്ക്കുക ഈ ഒരു ഫോർമുല, അതായത് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്താണ്, മാസ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡെൻസിറ്റി കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ക്വസ്റ്റ്യൻ നമ്പർ 3. The velocity of projection required for a body to become a satellite of Earth is g is the acceleration due to gravity. G is a universal gravitational constant. M is a mass of Earth and R is the radius of the Earth. ഇത്രയും സാധനങ്ങൾ തന്നെ. അതായത് ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് ഓരോന്നിൻ്റെ ഫോർമുലാസും ഇക്വേഷൻസും ഒക്കെ ഒന്ന് നോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ നോക്കിയാൽ the velocity of projection required for a body to become a satellite of Earth. ഇവിടെ എന്താണ്, നമ്മൾ നേരത്തെ സണ്ണും അതിന് ചുറ്റും ഓർബിറ്റിൽ പ്ലാനറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു എർത്ത് കൺസിഡർ ചെയ്യാണ്. എൻ്റെ സെൻറ്ററിൽ ആരാണ്, എർത്ത് ഞാൻ കൺസിഡർ ചെയ്യാണ്. അതിന് ചുറ്റും എന്തുണ്ട്, ഒരു സാറ്റലൈറ്റ് ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചേക്കാം. സാറ്റലൈറ്റ് ഉള്ളതുപോലെയാണെന്ന് വിചാരിക്കുക, കൺസിഡർ ചെയ്താൽ മതി കേട്ടോ, ജസ്റ്റ് കൺസിഡർ ചെയ്താൽ മതി. അതായത് എർത്ത് സാറ്റലൈറ്റ്, എർത്ത് സെൻട്രലാണെന്ന് വിചാരിച്ചിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ആണ് ഇവിടെ എന്ത് കണ്ടുപിടിക്കേണ്ടത് നോക്കിയേ. എ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ റിക്വയർ ഫോർ ദ ബോഡി ഓഫ് ദ സാറ്റലൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെലോസിറ്റി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെന്താണ്, ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലാണ് അത് കറങ്ങുക എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു എർത്തും ഈ സാറ്റലൈറ്റും തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ സാറ്റലൈറ്റ് എന്നാണ് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എർത്തും ഈ ഒരു സാറ്റലൈറ്റും തമ്മിൽ എന്തുണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സാണ് നമ്മളുടെ, ഇതിപ്പോൾ സാറ്റലൈറ്റ് ആണെന്ന് വിചാരിക്കാം, കൺഫ്യൂഷൻ ആവണ്ട, സാറ്റലൈറ്റ് ആണെന്ന് വിചാരിക്കാം. ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്, അതാണ് നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ സാറ്റലൈറ്റിൻ്റെയും എർത്തിൻ്റെയും ഇടയിൽ എന്തുണ്ട്, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈക്വൽ ടു, അവർ തമ്മിലുള്ള ഇക്വേഷൻ GM, ക്യാപിറ്റൽ ലെറ്റർ M/r² ആണ് കേട്ടോ. അത് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഇതിനകത്ത് എം പറയുന്നത്, സ്മാൾ എം പറയുന്നത് എർത്തിൻ്റെ ആണ്. അതായത് G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. മാസ് അതായത് സ്മാൾ എം പറയുന്നത് എർത്തിൻ്റെ മാസം, ബിഗർ എം എന്ന് പറയുന്നത് നമ്മളുടെ സാറ്റലൈറ്റിൻ്റെ മാസാണെന്ന് കൺസിഡർ ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താ, GMM/r² ആണ്. അപ്പോൾ ഇതെന്താണ്, സർക്കുലർ മോഷനിലല്ല ഇത് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തുണ്ടാകും, ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് ഇവിടെ പുറപ്പെടുവിക്കും. അപ്പോൾ ഫോർ എ ബോഡി ഓഫ് മാസ് M ടു ഓർബിറ്റ് അറ്റ് എർത്ത് സർഫസ് റേഡിയസ് R ആണെങ്കിൽ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിന് ഈക്വൽ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിപീറ്റൽ ഫോഴ്സിന് ഈക്വൽ ആകും. CP എന്ന് പറയുന്ന സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ് കേട്ടോ. കാരണം ഇവരെന്താണ്, ഇങ്ങനെയാണ് സർക്കുലർ മോഷൻ അല്ലേ, സർക്കുലർ മോഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്, ഇവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കാണും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങനെയാണ്, G ഇപ്പോൾ പറഞ്ഞ പോലെ MM/r² എന്തിന് ഈക്വൽ ആണ്, നമ്മളുടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് ആയിട്ടുള്ള mv0² ഡിവൈഡഡ് ബൈ r ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മളുടെ വെലോസിറ്റി അറിയണ്ടേ, എവിടെയുള്ള വെലോസിറ്റി അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതായത് വെലോസിറ്റി v0² ഈക്വൽ ടു എന്താ വരുന്നത്, ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ GM/r എന്ന് കിട്ടും. ഇതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഈ ഒരു ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ വെലോസിറ്റി കിട്ടും അല്ലേ. അപ്പോൾ v0² ഈക്വൽ ടു എന്താ കിട്ടിയത്, GM/r എന്ന് കിട്ടും. സോ v0 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, √GM/r എന്ന് എഴുതിക്കൂടെ, GM/r. നമ്മളോട് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്ന് പറയുന്നത് എന്താണ്, G ഈക്വൽ ടു
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈക്വൽ ടു കൺഫ്യൂഷൻ ഒന്നും ആവരുത്. ഞാൻ കുറേ ഇക്വേഷൻസ് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അറിഞ്ഞിരിക്കുക, എർത്തും ഒരു സാറ്റലൈറ്റും അതിൻ്റെ തമ്മിൽ എന്താണ് ഒരു വെലോസിറ്റി ഉണ്ട്. അത് കറങ്ങുന്നത് എങ്ങനെയാണ്? റൊട്ടേഷണലാണ്. അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ എടുത്തു. അത് റൊട്ടേഷണൽ സർക്കുലർ മോഷനിലാണ് അവിടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് സെൻട്രിപീറ്റൽ ഫോഴ്സ് അവിടെ എടുക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിട്ടാണ് വരുന്നത്? സെൻട്രിപീറ്റൽ ഫോഴ്സിന് ഈക്വൽ ആയിട്ട് ഫോം ചെയ്യുന്നു പറയാം. അപ്പോൾ സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷനും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വെലോസിറ്റി കണ്ടുപിടിച്ചു. സോ വി നോട്ട് ഈക്വൽ ടു ജി എം ബൈ ആർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ജി ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ജി എന്ന് പറയുന്നത് എന്താണ്? ജി എം ബൈ ആർ സ്ക്വയർ ആണ്. അത് നമുക്ക് എഴുതി കൂടെ. അതായത് ജി ആർ സ്ക്വയർ ഈക്വൽ ടു എന്താ? ജി എം. ഇതുകൊണ്ട് നമുക്ക് ഈ ജി എമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി നോട്ട് ഈക്വൽ ടു എന്താ വരിക? ജി ആർ സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും അല്ലേ. റൂട്ടിൻ്റെ സോ ക്യാൻസൽ ആവുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? റൂട്ട് ജി ആർ എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ വന്നിട്ടുള്ളത്. അതായത് ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ജി ആർ എന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. നോട്ട് ചെയ്ത് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 4. The displacement of a particle undergoing simple harmonic motion is given by x equal to a sin omega t plus phi. If v is its velocity, which of the following is incorrect എന്നാണ്. കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ അണ്ടർഗോയിങ് എന്തിലാണ്? SHM സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? എക്സ് ഈക്വൽ ടു അല്ലേ, എക്സ് ഈക്വൽ ടു എന്താ വരുന്നത്? എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താ? വി ഈസ് ഇറ്റ്സ് വെലോസിറ്റി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെലോസിറ്റി വി എന്താ? വി ഈക്വൽ ടു നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? വെലോസിറ്റീനെ ഡി എക്സ് ബൈ ഡി ടി എന്ന ഫോർമുല യൂസ് ചെയ്തിട്ടല്ലേ വെലോസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എക്സിൻ്റെ വാല്യൂ എ സൈൻ എന്ത് വരും? ഒമേഗ ടി പ്ലസ് ഫൈ അല്ലേ ചെയ്യാം. ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. അതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ഒരു ഇക്വേഷൻ വന്നില്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇനി ഇത് കൺവേർട്ട് ഇൻറ്റു ഇതിനെ സൈനിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്താ വരുന്നത്? വീണ്ടും സൈൻ ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കറക്റ്റാണ്. അതായത് എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഇത് കറക്റ്റായി വന്നു. അടുത്തത് നോക്കിയേ, ഇതിനെ വീണ്ടും നമ്മൾ എന്താണ്? സൈനിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ഇക്വേഷൻ തന്നെ പിന്നെയും വരുന്നുണ്ടോ നോക്കുക. അതിന് സൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? സൈൻ കൺവേർഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? എ ഒമേഗ എന്ത് വരും? കോസിനെ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ബൈ ടു എന്ന് പൈ ബൈ ടു എന്ന് വരും കേട്ടോ. പൈ ബൈ ടു എന്ന് വരും. അത് നിങ്ങൾ മാത്സ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതും നിൻ്റെ കറക്റ്റ് എക്സ്പ്രഷൻ ആണ്. പക്ഷെ ഇവിടെ പൈ ബൈ ടു അല്ലേ, അപ്പോൾ ഇവിടെ പൈ അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്താണ്? ഇതാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് എക്സ്പ്രഷൻ. ആ ഒരു ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ എന്താണ്? വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താണ്? ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കണ്ടു. അതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? സൈൻ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിയും ഇതിൽ കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇതിലെന്താണ്? ഇൻകറക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വരില്ല. വരികയാണെങ്കിൽ എന്താണ്? പ്ലസ് പൈ ബൈ ടു ചെയ്താൽ മാത്രമേ അത് നമുക്ക് ആൻസറിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കിട്ടും. ഇത് നമ്മളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് സ്റ്റെപ്സുകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തു തരാത്തത്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഇൻവേരിയൻറ്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തറിയണം? ഏതൊക്കെയാണ് വേരിയൻറ്റ്, ഏതൊക്കെയാണ് ഇൻവേരിയൻറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് അറിയണ്ടേ. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇൻവേരിയൻറ്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇൻവേരിയൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യാം. ഇൻവേരിയൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് എന്താ? ഒരു ഇൻവേരിയൻ്റ് ആണ്. അതുപോലെ ടൈം ഒരു ഇൻവേരിയൻ്റ് ആണ്.
ലെങ്ത് ഒരു ഇൻവേരിയൻറ്റ് ക്വാണ്ടിറ്റീസ് ആണ്. പിന്നെ വരുന്നത് ആക്സിലറേഷൻ. ഇതൊക്കെ എന്താണ്? ഇൻവേരിയൻറ്റ് ക്വാണ്ടിറ്റീസ് ആണ്. ഫോഴ്സ് കൂടിയുണ്ട് കേട്ടോ. ഇത്രയും പാരാമീറ്റേഴ്സ് എന്താണ്? ഇൻവേരിയൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളോട് അതായത് നോട്ട് ഇൻവേരിയൻ്റ് ഏതാണ്? അപ്പോൾ ഇത് ഇൻവേരിയൻറ്റ് ക്വാണ്ടിറ്റീസ്. നോട്ട് ഇൻവേരിയൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കുക. അത് വെലോസിറ്റി, മൊമെൻറ്റം, അതുപോലെ കൈനറ്റിക് എനർജി. കെയിന്ന് ഇതാണ് കേട്ടോ ഞാൻ കൈനറ്റിക് എനർജി. ഇതൊക്കെ എന്താണ്? നോൺ ഇൻവേരിയൻ്റ്. അപ്പോൾ അറിഞ്ഞിരിക്കുക ഇത്രയും പാരാമീറ്റേഴ്സ്, അതായത് ഇൻവേരിയൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? മാസ്, ടൈം, ലെങ്ത്, ആക്സിലറേഷൻ, ഫോഴ്സ് ആണ്. നോൺ ഇൻവേരിയൻ്റ് പറയുന്ന വെലോസിറ്റി, മൊമെൻറ്റം, കൈനറ്റിക് എനർജി. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഇൻവേരിയൻ്റ് ആണ്. അപ്പോൾ ഏതാണ്? ആക്സിലറേഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഫോം ചെയ്യുന്നത്. Next question number 6. The total energy of an artificial satellite of mass m revolving in a circular orbit around the earth with a speed velocity v is. അപ്പോൾ എന്താണ് ഇക്വേഷൻ? അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എനർജി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു സർക്കുലർ ഓർബിറ്റിലുള്ള വരുന്ന അത് അറിഞ്ഞിരിക്കുക. ഒരു സർക്കുലർ ഓർബിറ്റിൽ വരുന്ന കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? സർക്കുലർ ഓർബിറ്റിനെ CO എന്ന് കൊടുക്കുകയാണ്. അതിലെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കാണും. എന്താണ്? ½ mv² ആണ്. ശരിയല്ലേ? ഇതുപോലെ തന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താ? അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി PE എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയെ പറയുന്ന -mv² ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ, അതായത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജിയാണ് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുക. അവിടെ കിട്ടുന്ന ടോട്ടൽ എനർജി എന്തായിരിക്കും? നെഗറ്റീവിലാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ സാറ്റലൈറ്റ് എങ്ങനെയാണ്? സാറ്റലൈറ്റ് ഈസ് ബൗണ്ട് ടു ദ എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -½ mv² എന്ന ആൻസറിലോട്ടാണ് നമ്മളുടെ എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി E = എന്താ? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ പറയുന്നത് -½ mv² എന്നതിലേക്ക് വരും. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ്. -½ mv² ആണ്. നെക്സ്റ്റ് question number 7. The escape velocity of a body depend on. അതായത് ഒരു ബോഡിയുടെ എസ്കേപ്പ് വെലോസിറ്റി എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ മാസ് ഓഫ് ദ ബോഡി, ഓപ്ഷൻ ബി മാസ് ഓഫ് ദി എർത്ത്, ഓപ്ഷൻ സി സ്പീഡ് ഓഫ് ലൈറ്റ്, ഓപ്ഷൻ ഡി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പോൾ എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് മിനിമം വെലോസിറ്റി റിക്വയർഡ് ബൈ എൻ ഒബ്ജക്റ്റ് ടു എസ്കേപ്പ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്നാണ്. മിനിമം വെലോസിറ്റി റിക്വയർഡ് ബൈ എൻ ഒബ്ജക്റ്റ് ടു എസ്കേപ്പ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ പറയുന്നതാണ് എന്ത്? എസ്കേപ്പ് വെലോസിറ്റി. അതിനൊരു വാല്യൂ ഉണ്ട്, ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം. എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11.2 km/s ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ V = എന്താ? √2gm/r ആണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. M പറയുന്നത് മാസ് ഓഫ് പ്ലാനറ്റ്, R പറയുന്നത് റേഡിയസ് ആണ്. കിട്ടിക്കഴിഞ്ഞല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കുക. ഇത് വെച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. അതുപോലെ എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11.2 km/s ആണ്. അപ്പോൾ ബോഡി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് എർത്തിനെയാണത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. Next question number 8. A force F = 2 + x act on a particle in x direction where F is in Newton and x is in meter. The work done by the force during displacement from x = 1 meter and x = 2 meter ആകുമ്പോഴുള്ള എന്താ ചോദിച്ചിട്ടുള്ളത്? വർക്ക് ഡൺ ആണ് നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഫോഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? F = എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ഫോഴ്സ് = 2 + x എന്ന ഒരു ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ ഓവർ x1/x2 ഓക്കെ ഇൻറ്റു f of x ഇൻറ്റു dx. ഇതാണ് ഫോർമുല കേട്ടോ. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, മറക്കരുത്, ചോദിച്ചാൽ അറിയണം. സോ ഇതിലേക്ക് നമ്മളുടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ തന്നിട്ടുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് 1 meter to 2 meter ആണ് തന്നിട്ടുള്ളത്. സോ വർക്ക് ഡൺ = നമുക്ക് എങ്ങനെ ചെയ്യാം?
വർക്ക് ഡൺ ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 തന്നിട്ടില്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 2 + x × dx എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? പുറത്തേക്ക് എടുത്തേ, ഇൻ്റഗ്രൽ എടുത്തേ. 2ൻ്റെ ഇത് പറയുന്നത് എത്രയാ? 2ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 2x ആണ്. എക്സിൻ്റെ പറയുമ്പോൾ x²/2 ആണ് അല്ലേ. 1 2 അപ്പർ ലിമിറ്റ്. അപ്പോൾ ചെയ്ത് നോക്കിയേ. വർക്ക് ഡൺ ഈക്വൽ ടു എന്താ വരിക? വർക്ക് ഡൺ ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വെച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് x = 2 ആവുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2 ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 2² ചെയ്യുമ്പോൾ 4 + 4/2 ദാറ്റ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അതേപോലെ x = 1 ആവുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? 2 × 1 + 1² എന്ത് വരും? 2 ചെയ്യാം അല്ലേ. 1² സോ 2 + 1/2 നിയർലി എന്താ കിട്ടുന്നത്? 2.5 സംതിങ് വരും അല്ലേ. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ഈക്വൽ ടു 6 - 2.5 സോ നിയർലി 3.5 ജൂൾ വർക്ക് ഡൺ ആണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുക. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇൻ്റഗ്രേഷൻ ചെറിയൊരു ഇൻ്റഗ്രേഷൻ ആണ്. ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 9. ദ എനർജി റിക്വയർഡ് ടു മൂവ് 60 coulomb ചാർജ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എനർജി എത്ര എനർജി വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ എനർജി റിക്വയർഡ് ടു മൂവ് 60 coulomb ചാർജ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ആണ് അല്ലേ. നമ്മുടെ വോൾട്ടേജ് ആണ്. അപ്പോൾ V = വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. അതായത് V = എന്താണ്? എനർജി. നമ്മൾ എനർജി W അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? E എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. W/Q അതായത് എനർജി ഇൻ ജൂൾ. എനർജി ഇൻ ജൂൾ ബൈ എന്താ? Q പറഞ്ഞാൽ ചാർജ് കൊളൂംസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ എന്താ? എനർജി റിക്വയർഡ് ടു മൂവ് 60 coulomb എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 16 coulomb എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട് അല്ലേ. V പറയുന്നത് ക്വസ്റ്റ്യനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 1.5 സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചോ. 1.5 സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് ഈക്വൽ ടു 1.5 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ചാർജ് തന്നിട്ടുണ്ട് അല്ലേ. Q എത്രയാ? 60 coulomb ആണ്. അപ്പോൾ എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1.5 × 60 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ലേ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളാണ്. ഇതിൽ ചിലപ്പോൾ നമ്മളോട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വരാം, ചിലപ്പോൾ ചാർജ് കണ്ടുപിടിക്കാം അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിയർലി 19 ജൂൾ എന്നാണ് ഇതിനകത്തുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 90 ജൂൾ ആയിട്ടാണ് ആൻസർ വരുന്നത്. ഓക്കെ, എനർജിയാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്യുക. അതിനകത്ത് തന്നെ ചിലപ്പോൾ ചാർജ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വരുന്നതാണ്. അപ്പോൾ ഈ ഫോർമുല നോട്ട് ചെയ്ത് വെക്കുക, എളുപ്പമുള്ള ഫോർമുലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. വർക്ക് എനർജി തിയറം ഈസ് എൻ ഇൻ്റഗ്രൽ ഫോം ഓഫ്. വർക്ക് എനർജി തിയറം എന്തിൻ്റെ ഇൻ്റഗ്രൽ ഫോം ആണ്? അതായത് ന്യൂട്ടൺസ് ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് ലോസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ എനർജി. ലോ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ എനർജി ഏതാണ്? നമ്മളുടെ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ആണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് വർക്ക് എനർജി തിയറം ഈസ് എൻ ഇൻ്റഗ്രൽ ഫോം ഓഫ്. ഏതിൻ്റെ ഇൻ്റഗ്രൽ ഫോം ആണ്? ഇൻ്റഗ്രൽ ഓഫ് f(x) × dx നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ന്യൂട്ടൺസ് ലോസ് ഓഫ് ഗ്രാവിറ്റേഷനൊക്കെ വരുന്നതൊക്കെ ചെയ്യാം. അപ്പോൾ വർക്ക് എനർജി തിയറം എന്തിൻ്റെ ഇൻ്റഗ്രൽ ഫോം ആണ്? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ ഇൻ്റഗ്രൽ ഫോം ആണ്. F = ma ആണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നും നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്ടൺ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ, അങ്ങനെയുള്ള എല്ലാ പോയിന്റും ഇതിൽ കവർ ചെയ്ത് പോകണം. നിങ്ങൾ നന്നായി തന്നെ പഠിച്ചു പോകണം. ഇതിനകത്ത് മാർക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് 4 മാർക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഓരോ ഇക്വേഷൻസും വാല്യൂസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നന്നായി പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.